ഇന്ന് തേങ്ങയും ഇഞ്ചിയും ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഒരു ഇഞ്ചിക്കറിയാണ് ഇന്നത്തെ റെസിപ്പി. ഇത് പഴയ കാലത്തൊക്കെ വീടുകളിലൊക്കെ തയ്യാറാക്കാറുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഓയിൽ എടുക്കുക, കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക. വളരെ തിന്നായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ്, അതല്ലെങ്കിൽ ഫ്രൈ ആയി കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. എത്ര ഇഞ്ചി എടുക്കുന്നു അതിൻ്റെ പകുതി തേങ്ങ ആഡ് ചെയ്യേണ്ടതാണ്. ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി, കാശ്മീരി ചില്ലി, കുറച്ച് ഉലുവ, ഇത്ര ആഡ് ചെയ്യുക. ഇനി ചെറിയ തീയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. ഇടയ്ക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ചെറിയൊരു ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ആക്കി എടുക്കേണ്ടതാണ്. കായത്തിൻ്റെ ഒരു പീസാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. കായപ്പൊടിയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുക. ഇത് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് പുളി നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് ഓയിൽ എടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ആഡ് ചെയ്യുക. ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി, കറിവേപ്പില, ഉണക്കമുളക് ഇത്രയും ആഡ് ചെയ്യേണ്ടതാണ്. അതൊന്ന് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ടാമറിൻ്റെ ജ്യൂസാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം അരച്ച് വെച്ച ഇഞ്ചിയും തേങ്ങ അതിലേക്ക് ആഡ് ചെയ്യുക. ഈ ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ചൊന്ന് കുറുകി വരുന്ന ആ ഒരു ടൈം വരെ വേണം കുക്ക് ചെയ്യാനായിട്ട്. തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കര ചേർക്കണം. ശർക്കര കൂടിപ്പോകരുത്. നമ്മുടെ സൈഡിലൊക്കെ ഒരുപാട് മധുരം ഉണ്ടാകാറില്ല ഇഞ്ചിക്കറിക്ക്. ഓക്കേ.